ഇതെന്തോ മനുഷ്യ നിങ്ങളിങ്ങനെ ഇരുട്ടത്തിരിക്കുന്നത്? അതെ, ഇതിങ്ങനെ ഇരുന്ന് പുകച്ചു തീർത്താലേ നാളത്തേക്ക് പുകയ്ക്കാൻ ഈ തടി ഇങ്ങനെ ഉണ്ടാവില്ല. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. എന്നതാടി മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? കിടക്കാറായില്ലേ? പാതിരാത്രി മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ കിടക്കുന്നില്ലേ? മരിയ ഒത്തിരി അങ്ങ് വളർന്നു അല്ലേ? ആണോ? ഞാൻ അറിഞ്ഞില്ല. പള്ളിയിൽ നിന്നും കപ്പയാർ മണിക്ക് കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളവും നിന്റെ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കൂലിയും കൊണ്ട് എത്ര നാളിങ്ങനെ തുഴഞ്ഞ് മുന്നോട്ട് പോകുമണി എൻ്റെ കുട്ടി. മരിയെ കെട്ടിച്ചേക്കാൻ തന്നെ നല്ലൊരു തുക വേണ്ടി വരും. അതെ, ഈ പാതിരാത്രി തന്നെ നിങ്ങളവളെ കെട്ടിച്ചുവിടാൻ പോവാണോ? എൻ്റെ മനുഷ്യ, ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. എനിക്ക് ഉറക്കം വരുന്നുണ്ടേ. അവളും തേടി ഇപ്പോൾ പള്ളിയിലേക്കൊന്നും വരുന്നില്ലേ? അച്ഛൻ 1-2 പ്രാവശ്യമായി അന്വേഷിക്കുന്നു. എനിക്കറിയില്ല. ഏതാണ്ട് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ ഇവിടുന്ന് ചായ പോലും കുടിക്കാതെ ഇറങ്ങി പോകുന്നത് കാണാം. പഠിക്കട്ടെ. ഇപ്പം പെൺപിള്ളേർ പഠിച്ചാലേ ഗുണമുണ്ട്. എന്നാലേ നല്ല ആലോചനകൾ വരും. കളമശ്ശേരി ബോംബ് സ്ഫോടനം. തെറ്റിദ്ധാരണകൾ മറന്നേക്ക് അന്വേഷണ റിപ്പോർട്ട്. കളമശ്ശേരിപ്പെട്ട ബോംബേ തലശ്ശേരിലായിരുന്നു പൊട്ടിയിരുന്നെങ്കിലേ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? അതിപ്പോൾ വാട്സപ്പിലൊക്കെ വൈറലായില്ലേ? അത് ശരിയാ.
നമസ്കാരം. ആ പള്ളിയിലേക്കായിരിക്കുമല്ലേ? പുതിയ അച്ഛൻ ചാർജ് എടുത്തിരിക്കല്ലേ? കാണണം, പരിചയപ്പെടണം. ഹലോ സഖാവേ. ആ ശരി സഖാവേ. ആ ശരി. എടാ സ്റ്റാൻലേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നവരുടെ മുന്നിൽ നിന്ന് ഈ റിംഗ് ടോൺ വെച്ച് ഉണ്ടാക്കരുതെന്ന്. എടുത്ത് ഞാൻ തോട്ടിലേക്ക് അറിയും. ഓഹോ, എന്നാലും അതൊന്ന് കാണണമല്ലോ. തൊഴിലാളിയുടെ മുതലാളിയുടെ ഭൂഷാസ്വഭാവം കാണിച്ചിട്ടുണ്ടല്ലോ. ഈ കടയും സാധനങ്ങളൊക്കെ ഞാൻ ആർക്കെങ്കിലും കിട്ടുന്ന പോലൊക്കെ വിറ്റിട്ട് ഞാൻ എൻ്റെ പണി നോക്കി പോവും. എടാ ഇത് നിന്റെ അപ്പനുണ്ടാക്കിയതല്ലേ, നിനക്കിത് എടുത്തു വെക്കാൻ. ഇവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഭരണിയും കപ്പലണ്ടിയും ചോക്ലേറ്റും മിഠായിയെല്ലാം മുതലാളി കൊണ്ടുവന്നല്ലോ. അച്ഛൻ പെട്ട് കേട്ടോ. മുതലാളിയുടെ എല്ലാ അവകാശങ്ങളും തൊഴിലാളിക്കും കൂടെ ഉള്ള തൊഴിലാളി വർഗ സർവാധിപത്യം. അതിൽ ചൊറിയാൻ നിൽക്കല്ലേ, മുറ്റത്തെ കൊടിമരം വീരും. പറഞ്ഞേക്കാം. ഇപ്പം പവർ തൊഴിലാളികൾക്കാ. അല്ല പിന്നെ സ്റ്റാലിൻ പേര് പോലെ തന്നെ ആള് കൊള്ളാലോ. നല്ല രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ടല്ലോ. എന്തൊരു പഠിച്ചു? ഞാൻ 4ാം ക്ലാസ്. അതെന്ത് പറ്റി? പള്ളിക്കൂടം പൊളിച്ച് അവിടെ ആരെങ്കിലും പള്ളി പണിതോ? പള്ളിക്കൂടമൊന്നും പൊളിച്ചില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വാശ്രയ കോളേജിനെതിരായിട്ടുള്ള സമരം കൊടുമ്പിരി കൊള്ളുന്നത്. അന്നും ഈ അടിച്ചമർത്തലുണ്ടായിരുന്നു. മുതലാളി തൊഴിലാളിയോടൊന്ന പോലെ അധ്യാപകർ വിദ്യാർത്ഥികളോടും. മനസ്സിലായില്ല. ചെയ്ത ജോലികൾ വീണ്ടും വീണ്ടും ചെയ്യിക്കുക, എന്നിട്ടും കുറ്റം കണ്ടുപിടിച്ച് വീണ്ടും വീണ്ടും ചെയ്യിക്കുക. ഓരോ ചോദ്യത്തിന് ഉത്തരം വീണ്ടും വീണ്ടും എഴുതിക്കുക. ഓഹോ, ഇമ്പോസിഷൻ. പാശ്ചാത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടേ സായിപ്പിന്റെ ഭാഷയിൽ അങ്ങനെ ഓമനപ്പെരിട്ട് വിളിക്കാം. പക്ഷെ അതിനൊന്നും നിന്നു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേ ഈ തോതിൽ പോയാല് എന്റെ കഷ്ടകാലത്തിന് ഞാൻ 10ാം ക്ലാസ് പാസ്സായി പോയി കഴിഞ്ഞാലേ പിന്നെ ഞാനും ശാസ്ത്രീയ കോളേജിൽ പോയി പഠിക്കേണ്ടി വരില്ലേ? നിർത്തി, അതോടെ നിർത്തി. അന്ന് ലോക്കൗട്ട് ചെയ്താണ്, അന്ന് പൂട്ടിക്കെട്ടി. ആ സമരവീര്യമുള്ള എന്നോടാണ് കളി. ആ തീരുമാനം എന്തായാലും നന്നായി. ഉരിയച്ഛനെ ചായ അടിക്കാൻ ബംഗാളികളൊന്നും വെക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. നമുക്കെല്ലാവർക്കും മലയാളി ചായ കുടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ സഖാവേ, ഞാനിപ്പോ വിളിക്കാവേ. ഒന്നിനും ഓടിച്ചാടി വലിയ ആവേശമൊന്നും കാണിക്കണ്ട. പള്ളിക്കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറക്കങ്ങ് നടന്നോളും. സൂക്ഷിച്ച് കണ്ടും കേട്ടും നിന്നില്ലെങ്കിൽ 3ാം നാൾ ഇവിടെ നിന്ന് ഓടിക്കാൻ എല്ലാവരും കൂടി വട്ടം കൂട്ടും. എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. സഭയെ നന്നാക്കാനൊരു കൂട്ടര്, സഭയെ ധിക്കരിക്കാൻ മറ്റൊരു കൂട്ടര്, നിഷ്പക്ഷമായിട്ട് മറ്റൊരു കൂട്ടര്. അവിടെ എവിടെയും തൊടാതെ നിന്നോണം. അതാണ് ബുദ്ധി. ഇനിയിപ്പോൾ പെരുന്നാൾ വരികയാണ്. ഒച്ചയും ബഹളുമൊക്കെ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലേലും നമ്മൾ ക്രിസ്ത്യാനികൾ എവിടെയാണ് ഒരുമിച്ച് നിന്നിട്ടുള്ളത്? പണ്ട് മുതലേ കള്ളു കച്ചവടം ചെയ്തോ, പലിശയ്ക്ക് പണം കൊടുത്തോ, 10 കാശുണ്ടാക്കുന്നവനല്ലേ സമൂഹത്തിൽ വിലയുള്ളൂ. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും പള്ളിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർക്കൊക്കെ ചില താല്പര്യങ്ങൾ കാണും. ആ കുർബാനയ്ക്കുള്ള സമയമായല്ലോ. അപ്പോൾ ശരി. എഴുന്നേറ്റ് വാടാ. നീ കുറെ കാലം മുങ്ങി നടക്കരുതടാ. ആയിന്റെ മോനെ, നീ കാശ് മേടിച്ച് നക്കിയിട്ട് കൊണക്കടാ. തൊഴുതക്കാട്ടി ചാക്കോ കാശ് കൊടുക്കുന്നതും മുതലും പലിശ തീർത്ത് വാങ്ങാനടാ. അല്ലാതെ നിന്റെയൊക്കെ പെമ്പർന്നോത്തിയുടെ സൗന്ദര്യം കണ്ടിട്ടല്ലോ. മനസ്സിലായടാ? ഇത് നിന്നെ പോലുള്ള പന്നികൾ കണ്ട് മനസ്സിലാക്കട്ടോ.
ലൈറ്റ്സ്. ലാമ്പ്. എന്താണ് ലാലി ചേച്ചി ഇത്? കടയൊക്കെ അലങ്കോലപ്പെട്ട് എടുക്കണല്ലോ. കുറച്ച് കാശ് ഇറക്കി നന്നാക്കാൻ പാടില്ലായിരുന്നാ? നല്ല കച്ചവടം നടക്കും. വേണം ഞാൻ സഹായിക്കാം. കൃത്യമായിട്ട് പലിശ മുതലും തന്നാ മതി. വേണോ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പണം വാങ്ങിക്കുന്നത് വലത് കൈകൊണ്ടും കൊടുക്കുന്നത് ഇടത് കൈകൊണ്ടും വേണം എന്നാണ് എന്റെ പോളിസി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എങ്ങനെ പരാഗണം നടക്കുന്നതാണ്. സാധാരണ പൂമ്പാറ്റകൾ, വണ്ടുകൾ, പക്ഷികൾ തുടങ്ങിയ തേൻ കുടിക്കാൻ വരുമ്പോൾ ചുണ്ടിലും കൊക്കിലും ഒട്ടിപ്പിടിക്കുന്ന അയ്യോ തെറ്റിപ്പോയില്ല. എന്നാ ഉണ്ട് ജോണിക്കുട്ടി വിശേഷം? സുഖായിരിക്കുന്നോ? ഓ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പെരുന്നാളിന്റെ ഒക്കെ തിരക്കല്ലേ? ആ അതെ. ഓ ഇത് വെച്ച് അപ്പൊ ശരി, കാണാം. ആ ശരി. ഈശോ മിശിക്കും സ്തുതിയായിരിക്കട്ടെ. ജോണി ചേട്ടാ, ആ ജോലി കഴിഞ്ഞേ ഒന്ന് റൂം വരെ വരണം. പെരുന്നാളിൻ്റെ അന്നത്തെ ആ സ്റ്റാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ആ ശരി അച്ചോ. വാ വാ ജോണി ചേട്ടാ, വാ ഇരിക്കേ. ആഹാ, ഇത് ഒരുപാടുണ്ടല്ലോ അച്ഛാ. ഒരു നേരം കഴിക്കാനുള്ളതാണോ ഇത്രയും ഗുളികൾ? ജോണി ചേട്ടാ, എൻ്റെ ഈ തടി എത്ര പേർക്ക് അവകാശപ്പെട്ടാണെന്ന് അറിയാമോ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, BP ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. അവർക്കൊക്കെ വീതിച്ചു കൊടുക്കാനുള്ളതാണ് ഇത്. ഒരു പ്രാവശ്യം ഇവരെന്നെ ചുമരി കയറ്റാൻ നോക്കിയതാണ്. പടമായനെ. ഒരറ്റാക്ക് വന്ന് 10-15 ദിവസം വെന്റിലേറ്ററിൽ കിടന്നവനാണ് ഞാൻ. കർത്താവ് തീരുമാനിക്കാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അത് ശരിയാണ് അച്ചോ. കർത്താവ് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനും പോകാനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അച്ചോ. ഞാൻ വരാൻ പറഞ്ഞത് കഴിഞ്ഞ പെരുന്നാളിന് സ്റ്റാൾ കെട്ടിയ ഒരു ലിസ്റ്റൊന്നും അവിടെ കാണുന്നില്ല. അതൊന്ന് തിരഞ്ഞ് റെഡിയാക്കി വെക്കണം. പിന്നെ ഉച്ച കഴിഞ്ഞ് ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് പോയി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അവന്മാർക്ക് തോന്നിയ പോലെ സ്റ്റാൾ പണിത് കഴിഞ്ഞ വർഷത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പൊളിക്കാനും പണിയാനൊന്നും പിന്നെ ഒക്കത്തില്ല. ഓ ശരി അച്ചോ, അത് ഞാൻ നോക്കിക്കോളാം. ആ, ജോണിച്ചേട്ടന് 2 പിള്ളേരുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, അവരെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ. അവരിവിടെ ഇല്ലേ? ഉണ്ടച്ചോ. മൂത്തവൾ ഡിഗ്രിക്ക് പഠിക്കുക, അവസാന വർഷമാണ്. അവൾ രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. ഓ, ഞായറാഴ്ച എന്തൊക്കെയോ പഠിക്കാനെന്നും പറഞ്ഞ് പോകുന്നെന്നാ പെമ്പറുന്നോത്തി എന്നോട് പറഞ്ഞത്. രാവിലെ ഞാനിങ്ങ് പോന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. എന്നാ ശരി, ജോണിച്ചേട്ടൻ പൊക്കോ. ഓ ശരി അച്ചോ. ഇവിടെ ഫ്രീയാ, ഇവിടെ ഇറങ്ങട്ടെ. അതെ, എന്താ പ്ലാൻ? പ്ലാന് പതിവ് പോലെ നമ്മൾ റോയൽ റെസ്റ്റോറൻറ്റിൽ പോകും. എനിക്കൊരു ചിക്കൻ റോളും ഒരു ചായ, നിനക്കൊരു ബൊക്കേസ്. അതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ട് വന്നത്.
ഓ നമ്മുടെ കല്യാണക്കാര്യം. ആ അതാണെങ്കിൽ പ്ലാൻ എ. നിന്റെ അപ്പനും അമ്മച്ചിയും അനിയനും വീട്ടിലുള്ളൊരു ദിവസം ഞാൻ എൻ്റെ അമ്മയും കൂട്ടി നിന്നെ പെണ്ണ് കാണാൻ വരുന്നു. നീ ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്നു. എനിക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്നു. അടുത്തത് കല്യാണം. ശരി, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നടന്നു തന്നെ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പൻ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ കപ്പിയാരാണെന്നു. ഒരു ഹിന്ദു ചെക്കൻ വന്ന് പെണ്ണ് വയ്ക്കേണ്ട താമസമില്ലു, അപ്പൊ തന്നെ കെട്ടിച്ചു. ആ വല്ല നടപ്പുള്ള കാര്യമുണ്ടെങ്കിൽ പറ മാഷേ. വേണ്ട, പ്ലാൻ ബി ഉണ്ട്. നിന്റെ അപ്പനും അമ്മച്ചിയും അനിയനും ആ അല്ലെ റിപ്പീറ്റേഷൻ വേണ്ട. ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരുന്നു. വീടിന്റെ ഗേറ്റിൽ നിന്നിട്ട് അന്നക്കുട്ടീന്ന് നീട്ടി വിളിക്കുന്നു. നീ നിന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഇറങ്ങിപ്പോരുന്നു. എന്നിട്ട് ഈ വണ്ടി കയറി വീട്ടിലോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തെ നല്ല തടിമെടുക്കുന്ന നസ്രാണി പിള്ളേരുണ്ട്. നിനക്ക് നല്ല തല്ല നിന്റെ നാട്ടിൽ കിട്ടില്ലേ? ഇവിടെ വന്ന് മേടിക്കണോ? അത്യാവശ്യം നല്ല തല്ലുള്ള ആരോഗ്യമൊക്കെ എനിക്ക് ഉണ്ട്. എന്നാലും അത് വേണ്ട. ദേ ഞാൻ സീരിയസ് ആണേ. ഞാനും സീരിയസ്. എന്റെ കല്യാണ കാര്യത്തിൽ വീട്ടിൽ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഇയാളിങ്ങനെ പ്ലാൻ എയും ബി ഒക്കെ പറഞ്ഞോണ്ടിരുന്ന കാര്യമൊക്കെ കൈവിട്ടു പോവേ, പറഞ്ഞേക്കാം. എൻ്റെ പൊന്നെ, പെൺകുട്ടികളാകുമ്പോൾ ആലോചനയും പെണ്ണുകളൊക്കെ പതിവാ. അതൊക്കെ കല്യാണത്തിൽ എത്തണമെന്നില്ല. ഈ എനിക്ക് തന്നെ എത്ര ആലോചനകൾ വന്നു. അന്നക്കുട്ടി, ഗാനെ വാലേക്കെ നാം ധാനെ ധാനെ ലിഖാ ഹോത്താ എന്നാണല്ലോ. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ ധാന്യത്തിൻ്റെ പുറത്തും നമ്മുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് ദൈവം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിൻ്റേതും നീ എൻ്റേതുമാണ് അന്നക്കുട്ടി. അന്നക്കുട്ടി, ഇനി ഒരു പ്ലാൻ കൂടിയുണ്ട്. പ്ലാൻ സി. സ്നേഹത്തിൻ്റെ വില അറിയാത്ത, പ്രണയത്തിൻ്റെ സുഗന്ധം തിരിച്ചറിയാത്ത, പ്രേമത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കാത്ത ഈ സമൂഹത്തോട് അവസാനം അറ്റകൈ പ്രയോഗം തന്നെ ചെയ്യേണ്ടി വരും. നീ തയ്യാറല്ലേ? പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണോ? ഞാനില്ല. അന്നക്കുട്ടി, ഒഴുക്കിനെതിരെ നീന്തി ശീലിച്ചവനാണ് ഈ ബാലു. റണ്ണവേ, ഒളിച്ചോടുക. നീ റെഡിയല്ലേ? എന്നാ പോവാല്ലേ? എന്താണ് പിള്ളേരെ, ഈ ഉമ്മറത്തെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ മേലായോ? കർത്താവേ, ഫീസ് അടിച്ച് പോയതോ മറ്റോ ആണോ ഈ കാശില്ലാത്ത നേരത്ത്? ആ ഉണ്ടല്ലോ. എടി മരിയ കുട്ടി, നിനക്കൊരു സമ്മാനമുണ്ട്. അന്നക്കുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോടി. ചേച്ചി ഇവിടെ ഇല്ല, പോയി. പോയോ? എവിടേക്ക്? ചേച്ചി ഒളിച്ചോടിപ്പോയി. അന്നക്കുട്ടി, 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 അവള് പോയി. നമ്മളെല്ലാം ചതിച്ച് അവളെ ഏതോ ഓരോരുത്തരുടെ കൂടെ ഇറങ്ങി പോയി. അതും ഏതോ ഒരു അന്യജാതിക്കാരന്റെ കൂടെ. നമ്മുടെ മോള് നമ്മളെ ചതിച്ച ചായ. അവൾക്ക് വേണ്ടി നമ്മളിനി ഒന്നും ഉണ്ടാക്കണ്ട. നമ്മള് കരുതി വെച്ചതെല്ലാം വെറുതെയാ. അവളവളുടെ ഇഷ്ടത്തൊക്കെ പോയി.
ഏതോ അമ്പലത്തിൽ വെച്ച് കെട്ടു നടത്തിയെന്നൊക്കെയാ പറയുന്നേ. നമ്മളൊരു കുറവില്ലാന്ന് വിചാരിച്ച് അതാണ് തിന്നുന്നത്. എന്നിട്ട് നമ്മളോട് ചെയ്തതാണ്. എന്നതാ ഉണ്ടായി ജോണിച്ചേട്ടാ? ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. നമ്മുടെ സമുദായത്തിൽ കയറി വരുന്ന പെണ്ണിനെ പിടിച്ചോണ്ടോന്ന് വെച്ചാ നിസ്സാരാണോ? അത് നമ്മുടെ കപ്പിയാരുടെ മോളെ. ഞാൻ എന്നാ ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാൽ ഞാൻ എന്നാ ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? അവളുടെ കയ്യും കാലും കെട്ടിപ്പൂട്ടി മുറിക്കകത്തിട്ട് പൂട്ടണോ? പിന്നെ വെറുതെ വിടണം. എന്നിട്ട് അവളെ രണ്ടാം കെട്ട് കെട്ടാൻ ആര് വരുമെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറ, നിങ്ങൾ പറ. അവളെ ആരും പിടിച്ചേട്ടി കൊണ്ടുപോയതല്ലോ, അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ. എന്റെ ചങ്ക് തകർത്തിട്ട് അവള് പോയത്. അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. എല്ലാവന്മാരും കൂടിയേ നമ്മുടെ സമുദായത്തിലെ പെമ്പിളരെ കയറിയാ ചൂണ്ടിടണേ. വാടാ നമുക്ക് പോവാം, വെറുതെ ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. വാ. അറിഞ്ഞില്ലേ നമ്മുടെ കപ്പ്യാരുടെ മോള് ഒരു അന്യജാതിക്കാരനോട് ഒളിച്ചോടി പോയിന്ന്? ആണോടാ? ശരിയാണോടാ? പത്രത്തിൽ വാർത്ത വല്ലതും ഉണ്ടോ? ഏയ്, പത്രത്തിലൊന്നും കാണാനുള്ള സാധ്യതയില്ല. എന്തായാലും ജോണിക്കുട്ടിക്ക് അതൊരു ലാഭമായി. കെട്ടിച്ചു വിടണമെങ്കിൽ കാശും സ്വർണം കൂടി എത്രയാ? അതെന്നെ വർത്തന ഗുരുവച്ചൻ ഈ പറയുന്നത്. താനൊരു കച്ചവടക്കാരനായതുകൊണ്ട് ലാഭം നോക്കി കെട്ടിച്ചു വിടുമായിരിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ, അല്ലേടോ തോമസേ? അല്ല, പെണ്ണിറങ്ങിപ്പോയതിനെ കപ്പിയാരെന്താ ചെയ്യാനാ? എന്നാലും നമുക്ക് ലാഭമാണോ തോമസേ അത്? അങ്ങനൊന്നും പറയില്ലേ ഗുരുവച്ച? ആ കൊച്ചു പള്ളിയിലങ്ങ് പോകാറില്ലെന്നേ. അവൾക്ക് പിന്നെ ആരായാലും എന്താ? അപ്പം കപ്പിയാരാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ആ കപ്പേരെങ്ങനെയാ പള്ളിയിൽ പോകണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആകെ നാണക്കേടായി. എന്നാ ഓരോരോ കാര്യങ്ങളെ. പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ട് യുവമിഥുനങ്ങളെ കെട്ട് കഴിഞ്ഞിട്ടേ ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിയാർക്കെന്താ നാണക്കേട്? അല്ല പിന്നെ ബെന്നിച്ചേട്ടാ, അറിഞ്ഞില്ലേ കപ്പിയാരുടെ മോള് ഒളിച്ചോടി പോയി? ഞാൻ അവളുടെ കൂടെയാ. ചേട്ടാ അറിഞ്ഞില്ലേ കപ്പിയാരുടെ മോള് ഒളിച്ചോടി പോയി? എന്താ പറഞ്ഞു? കപ്പ്യാരുടെ മോൾ ഒളിച്ചോടി പോയി എന്ന് അറിഞ്ഞില്ലേന്ന്? നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അവൾ എൻ്റെ കൂടെ വന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജാതിമത ഭേദമന്യേ സങ്കരീനങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഇന്ത്യ. കപ്പ്യാരുടെ മോൾക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സോഷ്യലിസം ഇപ്പോഴും ഉണ്ടോടാ സ്റ്റാൻഡിലെ? ഒരു കട്ടൻ ചായം പരിപാടി എടുക്കട്ടെ? വേണ്ട അല്ലേ? എന്നാ മിണ്ടാണ്ടിരുന്നേ. ഓസിന് പത്രം വായിച്ചിട്ട് പോയിക്കോണം, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഭൂഷമുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാളെ കൃസംഖ്യാന്നാ തോന്നണേ. ചായ പറയുമ്പോഴേ പഞ്ചസാരക്ക് പകരം ഇന്ദുപ്പിട്ട് കൊടുക്കും ഞാൻ. കടക്കട്ടാടെ വേണമെങ്കിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തും ഞാൻ. കാണിച്ചിരണ്ട ഞാൻ. നീ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നുള്ളൂ.
അമ്മച്ചിയെ ഞാൻ ഇറങ്ങുവാണേ. നെഞ്ചിൻ താളം നീയാണ്, ഓർമ്മകളിൽ നീയാണ്. എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ, എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ. നെഞ്ചിൻ താളം നീയാണ്, ഓർമ്മകളിൽ നീയാണ്. എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ, എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ. നെഞ്ചിൻ താളം നീയാണ്, ഓർമ്മകളിൽ നീയാണ്. ഞാറ്റുവേലപ്പാട്ട് കേൾക്കുമ്പോൾ പെണ്ണേ നീ, പാടവരമ്പത്ത് നിന്നില്ലേ എന്നെ കാത്ത്. ഞാറ്റുവേലപ്പാട്ട് കേൾക്കുമ്പോൾ പെണ്ണേ നീ, പാടവരമ്പത്ത് നിന്നില്ലേ എന്നെ കാത്ത്. ആ നല്ല നാളുകൾ എന്നിൽ ഓർമ്മകളാകുമ്പോൾ കണ്ണീരിൻ നനവുമായി ഞാൻ നിൽപ്പോയേകനായി. കണ്ണീരിൻ നനവുമായി
എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ, എന്നെ മറന്നു പോയതെന്തേ പെണ്ണേ നീ. പ്രണയിച്ചു പോയി, പിന്നെ ചതിച്ചല്ലോടി നീ എന്നെ. നീ എന്നെ ചതിക്കുന്ന എനിക്കറിയായിരുന്നു. നീ അവളെല്ലാം കാശെല്ലാം അടിച്ചു വന്നിട്ട് ഇപ്പൊ അവൾക്കെന്നെ വേണ്ട. ഏയ് ജോണേട്ടാ, എല്ലാം ഇറങ്ങിപ്പോയി. ഒരു രൂപയോട് കൊണ്ടുപോവാ. എന്താ ചോയി ഇപ്പൊ തന്നെ കൂടുതലായല്ല, അവിടേക്ക് വൃത്തിയാക്കിയാലേ. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ബാറിൽ പോയി അടിക്കും. നല്ല ഒന്നാന്തര ഊസിന ബ്രാൻഡ്. ആശാനെ, ആശാന് സുഖമല്ലേ? ആശാനെ, അവളൊന്ന് ചതിച്ചു. ആശാനെ, അവളൊന്ന് ചതിച്ചു. മനസമാധാനമില്ല ആശാനെ, എനിക്കൊരു മനസമാധാനമില്ല ആശാനെ. ഹലോ ആശാനെ, അയ്യോ ആശാനും പോയി. പല്ലനയാറ്റിൻ തീരത്ത് പത്മകുടീരം പുളിനത്തിൽ വിളക്ക് വെക്കും യുവ കന്യകയൊരു കന്യക. അവളെയൊരു കന്യക. നീയാണോടെ കന്യക? അവളെയൊരു കന്യക. എന്താ ഇത് പതിവില്ലാതെ? ഒന്നുമില്ലടി, കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോ ചെത്തിറക്കി നല്ല നാടൻ കണ്ടു. അവര് നിർബന്ധിച്ചപ്പോ കുറച്ച് ഞാനും കുടിച്ചു. കുറച്ച് നേരമെങ്കിലും ഒന്ന് മനസ്സമാകത്തോട് കിടന്നുറങ്ങാമല്ലോ. മോനെ ബേസില് നീ നന്നായിട്ട് പഠിക്കണോടാ. അപ്പനിനി ആകെയുള്ളൊരു പ്രതീക്ഷ നീ മാത്രമാണ്. എടീ, അവള് എന്നെ വിളിക്കുമല്ലോ ചെയ്തു. അവൾ ഈ പടി ചവിട്ടിയാൽ അവിടെ കുത്തി വീഴ്ത്തും ഞാൻ. ഇത് കണ്ടോ, ഇത് അവൾക്കുള്ളതാ. എന്റെ കൺവെട്ടത്ത് കണ്ട് കാണുന്നിടത്ത് വെച്ച് തീർക്കും ഞാൻ അവളെ. എല്ലാം നശിപ്പിച്ചില്ല. എന്ത് നീ കാണിക്കുന്നേ? നിങ്ങൾ മുഴുവൻ അറിയട്ടോ. നിർത്താൻ ഇടവക്കാരും ഓടിക്കൂടില്ലേ? ആയ സമാധാനം പറയും. ഓടിച്ചേട്ടാ, എന്തേത്? എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആൾക്കാർ ഓടിക്കൂടും. ആര് സമാധാനം പറയും? എന്താണ് ഇവിടെ? എന്തായത്? ബോധമില്ലാതായോ?
കപ്പേരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടു, ശരിയാണോ? രാവിലെ തന്നെ കള്ളും കുടിച്ച് പള്ളിയിൽ കയറിയ എങ്ങനെ പുറത്താക്കാതിരിക്കും? ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കണമെന്നൊക്കെ കേട്ടേക്കണേ. ആ കലിപ്പിൽ നടക്കുകയാണ് കപ്പ്യാരിപ്പോഴും. കഴിഞ്ഞ ദിവസം ജോയിയുടെ കൂടെ ബിവറേസിന് മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നേ. കപ്പ്യാരിപ്പോൾ ഫുൾ ടൈം വെള്ളത്തിലാണെന്നാ നാട്ടുകാരുടെ സംസാരം. മോള് ഒളിച്ചോടിപ്പോയെന്നും പറഞ്ഞ ഈ കപ്പ്യാരി എന്നതാ ഈ കാണിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ. ഈ തോതിലാണെങ്കിലേ കപ്പ്യാരി പണി കിട്ടും. എടോ കുരിയാച്ച, സാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഉടായിപ്പാണ്, തെമ്മാടി, തോന്നിയാസല്ലോ താൻ. എന്റെ കർത്താവേ, എടോ താരെന്റെ ചിക്കൻ സമോസയാണ് തുടങ്ങി തന്നു പറ്റിച്ചവനല്ലേ? എടോ ഞാൻ അതിനകത്ത് തലങ്ങും വിലങ്ങും നോക്കിയിട്ട് ഒരു ചിക്കന്റെ കാല് പോലും കണ്ടില്ല. കുരിയാച്ച, പണം ചോദിക്ക് പുല്ലട്, അത് നമുക്കില്ലട്. എടോ തന്നോട് ഞാൻ ഒരു കാട്ടുള്ള കാശൊന്നും ചോദിച്ചുള്ളൂ. എടാ ജോയി, മര്യാദയ്ക്ക് വായ അടക്കിയില്ലെങ്കിൽ നിന്റെ അണ്ണാക്കിൽ ചൂടുവെള്ളം കോരി ഒഴിക്കും ഞാൻ, പറഞ്ഞേക്കാം. എന്തു പറയാ, ഇവനാണ് ഇപ്പൊ കപ്പ്യാരുടെ കൂട്ട്. രാവിലെ മുതൽ ഇത് തന്നെ പരിപാടി. കുരിയച്ച, ഒരു ചായ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇത് എന്റെ അമ്മച്ചിയുടെ മൊബൈൽ ഫോണാണ്. ഗൈസ്, നമുക്ക് സമയമില്ല. അമ്മച്ചി തൊഴിലുറപ്പ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര വേഗം വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പേ നിങ്ങളെ ഒരു പ്രധാന കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പലവർക്കും പലവിധ ഭാഗ്യങ്ങളും ഉണ്ടായി എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രയും വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ ദേ അമ്മച്ചി വിളി തുടങ്ങി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഭാര്യമാരാകും. അയ്യോ ദേ അമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങി വേടാ. അയ്യോ അമ്മച്ചി തല്ലല്ല അമ്മച്ചി. അല്ലേ അതിൽ ബാറ്ററി നിൽക്കത്തില്ല. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ എടുത്ത് കളിക്കരുതെന്ന്. ഇല്ല അമ്മച്ചി, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അയ്യോ അമ്മച്ചി തല്ലല്ല അമ്മച്ചി. ഇന്ന ഫോൺ തല്ലല്ലേ. അയ്യോ അടിയുടെ കുറവാ നിനക്ക്. കേറി പോടാ. ജോണിച്ചാൻ രാവിലെ തന്നെ കുടിച്ചോ? നിങ്ങളിത് എവിടെയാ മനുഷ്യ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഓ, ഇനിയിപ്പോൾ പള്ളിയിലൊന്നും പോകണ്ടല്ലോ, സുഖമല്ലേ? രാവിലെ തന്നെ തുടങ്ങിക്കോ. ഇനി കുടിക്കാനൊരു കാരണമായല്ലോ. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ കാരണം. കുറച്ച് വാങ്ങി എനിക്കും കൂടി കൊണ്ടെത്താ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങ് കുടിക്കാം. എനിക്ക് വേണ്ടേ കുറച്ച് മനസ്സമാധാനമൊക്കെ. നാട്ടുകാർ ഇപ്പൊ തന്നെ ഓരോരോ കുത്തുവാക്ക് പറഞ്ഞു തുടങ്ങി. എല്ലാം കൊണ്ട് ഇടവക്കാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയപ്പോ അവിടെ ഓരോരുത്തരുടെ നോട്ട് കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തിനാണോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്റെ കർത്താവേ? ഒന്നേ പോയുള്ളൂ, ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ആ കാര്യം മറക്കണ്ട. എന്നതാടി ഇങ്ങനെ കണ്ണൂരിച്ച് പേടിപ്പിക്കുന്നത്? ഉടുത്തൊരുങ്ങിപ്പോണോ അതിൻ്റെ പോക്കണ്ടോ തോന്നുന്നടി. കളക്ടർ ഉദ്യോഗമാണെന്ന് തൊഴിലുറപ്പിനാണെന്ന് പറഞ്ഞ് പോകുന്നത് എന്തുറപ്പിക്കാനാണെന്ന് ആർക്കറിയാം. നിന്റെ മോളും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലടി, ഉടുത്തൊരുങ്ങി കണ്ടവൻ്റെ കൂടെ പോയത്. അടിക്കും മച്ചമ്പേ.
മൊച്ചമ്പേ, ജീവിക്കുന്നിടത്തോളം കാലം ആസ്വദിച്ച് ജീവിക്കണം എൻ്റെ ഒരു പോളിസി. അല്ലാതെ ചുമ്മാ നമ്മൾ മറ്റാർക്കും വേണ്ടി ജീവിക്കരുത്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. തെണ്ടിയാലും അത് നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. അതാണ് ജീവിതം, മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. നമ്മളോട് കടമയുടെയും കടപ്പാടിൻ്റെയും കണക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നു. അതൊക്കെ താൽക്കാലികം മാത്രം. അടിച്ച് പൊളിച്ച് ജീവിക്കുക. അടിച്ച് പൊളിച്ച് ജീവിക്കുക. അടിച്ച് പൊളിച്ച് ജീവിക്കുക. അടിച്ച് പൊളിച്ച് ജീവിക്കുക. അച്ഛോ, അച്ഛോ, എന്നോട് ക്ഷമിക്കണം അച്ഛോ. എന്നെ ജോലി തിരിച്ചെടുക്കണം അച്ഛോ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് അച്ഛോ. ഈ പണിയുടെ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അച്ഛോ. ഞാൻ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ മദ്യപിച്ച ജോണിച്ചേട്ടന് ആത്മഹത്യ ചെയ്യേണ്ട വരില്ല. ആദ്യം ഈ മദ്യപാനം നിർത്ത്, എന്നിട്ടു വാ. മദ്യപാനം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ക്ഷമിക്കച്ചോ, എന്നോട് ക്ഷമിക്ക. ഇവിടെ ആരുമില്ലേ? ജോണി ചേട്ടല്ലേ? ഇതെന്നാ പരിപാടിയാ പുള്ളിക്കാരനെ കാണിക്കുന്നേ? ഇന്നലെ കാശ് തരാമെന്നും പറഞ്ഞ് എന്നെ പുളിഞ്ചോട്ടി ഇരുത്തി വീണ്ടും പറ്റിച്ചു. ചേച്ചി എന്നാ ഇന്ന് തൊഴിലുറപ്പ് പണിക്കൊന്നും പോയില്ലായോ? എന്നാ ചെയ്യാനാ? വീട്ടിൽ കയറി വരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. കൊടുത്ത കാശ് മേടിക്കണ്ടായോ? ചാക്കോ കാശ് കൊടുത്ത മറ്റേ മുതലും പലിശയും മേടിച്ച ശീലമുള്ള. ആ പിന്നെ ചാക്കോയ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നാ നാട്ടുകാർ പറയുന്നത്. അതിന് ഞാൻ ചെയ്യാണോ? മുതലും പലിശയും കിട്ടില്ല എന്ന് കണ്ടാൽ ഞാൻ ചില കോംപ്ലിമെന്റ്സിലൊക്കെ തയ്യാറാണ്. അതെന്റെ ഒരു വീക്ക്നെസ്സുമാണ്. വേണ്ടില്ലേ, ഞാനിപ്പോ വന്നപ്പോ ജോണി ചേട്ടനില്ല. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലെ അവസ്ഥ. ഞാൻ വരുന്ന കണ്ട പെമ്പർ നോത്തിയ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് പിൻവശത്തെ കൂടെ ഒരു അച്ഛ മുങ്ങല. എനിക്കറിയായിരുന്നു ജോണി ചേട്ടൻ ഇവിടെ ഇല്ലാന്ന്. ചേച്ചി മുതലെങ്കിലും തരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചില കോംപ്ലിമെന്റിനൊക്കെ തയ്യാറാണ്. അപ്പൊ അങ്ങനാണ്. ഒരു കോംപ്ലിമെന്റിനും തയ്യാറല്ലോ. ചാക്കോ ആരാണെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ.
ക്യാഷ് വാങ്ങിച്ച് നക്കിയപ്പോ നല്ല സുഖായിരുന്നില്ല. ഇത് തൊഴുതക്കാട്ടി ചാക്കോണ്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ മുതലും പലിശ വാങ്ങിക്കാൻ അറിയണവേ. അല്ലാതെ ഒരുത്തന്നെ വീട്ടിലെ പെമ്പർ നോത്തി കണ്ടിട്ടല്ല ചാക്കോ കാശ് കൊടുത്ത്. അത് മനസ്സിലാക്കിയോ നല്ലത്. ഇത് കൊള്ളാം. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ ജോണിച്ചായൻ ആ കൂതറുള്ള അമ്മാങ്ങി വരുമെന്ന്. വാണം വിട്ട പോലെ കയറി പിടിക്കും. ഒന്ന് മയങ്ങി അടിക്കുമ്പോഴേക്കും ചൂന്ന് പോയിട്ടുണ്ടാവും കേക്ക്. വേസ്റ്റാന്ന്. ഇത് പ്ലിങ്ങായല്ലോ ജോണിച്ചായ. ആഹാ, ഇതൊക്കെ ഉണ്ടോ കയ്യില്? അതേതായാലും നന്നായി. ഇതുകൊണ്ടാണോ ഇപ്പം നടപ്പ്? ഇത് നമ്മുടെ വേറൊരു സെറ്റപ്പാ. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കൂടരുത്. ചിലവന്മാര് പോലീസിന് ഒറ്റിക്കൊടുക്കും. ഇവിടെ ആകുമ്പോൾ ഒരു പോലീസുകാരനും വരാൻ പോകുന്നില്ല. ഇരിക്കച്ചേ. പിടിപ്പിക്കും. ദേ അങ്ങോട്ട് കുറച്ചിറങ്ങിയാ വലിയൊരു കുഴിയാണ്. പണ്ട് വസൂരി വന്നവരെ ആ കുഴി കൊണ്ടിടുന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും ആരും വരാറില്ല. ഒരുത്തനെ കൊന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരുന്നാലും ആരും അറിയത്തില്ല. അല്ല, അച്ഛനെ കണ്ടുണ്ടായി? ഓ, എന്നാ പറയാന്, ഞാനൊരെണ്ണം അടിച്ചിട്ടപ്പോൾ അതങ്ങ് മണത്തങ്ങേര് കണ്ടുപിടിക്കുകയും ചെയ്തു. പൊക്കോളം പറഞ്ഞു. ഞാനിങ്ങ് പോന്നു. പള്ളിയിലേക്കായാലും പള്ളിക്കൂടത്തിലേക്കായാലും എനിക്കിനി നടന്നു അടിച്ചിട്ട് പോകാൻ പറ്റും. മനസ്സാകെ അസ്വസ്ഥമാണ്. എല്ലാവരോടും ഒരു വെറുപ്പും പുച്ഛവും. ഒന്നുകിൽ ഞാനങ്ങ് മരിക്കും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൊല്ലും. ബെസ്റ്റ്. സ്വസ്ഥമായിട്ട് രണ്ണം അടിച്ച് സ്വർവഞ്ഞിരിക്കാൻ വേണ്ടി അല്ല ജോണിച്ചായ നമ്മളിങ്ങോട്ട് വന്നത്. അപ്പം വല്ലാത്തൊരു സെന്റിൽമെന്റ്. ദേ ഇതൂടെ പിടിപ്പിക്കും. മനസ്സും തടുക്കട്ടെ.
അച്ചോ അച്ചോ ജോണി ചേട്ടനോ? എന്താ ഈ നേരത്തെ ഇവിടെ ഈ വേഷത്തില്? എന്നെ തിരിച്ചെടുക്കണം അച്ഛൻ. ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ചേട്ടാ പോയിക്കോ, ആരും കാണണ്ട. പോയിക്കോ പോയിക്കോ, ആരും കാണണ്ട. ഓടിപ്പോയിക്കോ, പോയിക്കോ പോയിക്കോ. കപ്പ്യാർ രക്തച്ചനെ കുത്തിയെന്നു. ആംബുലൻസ് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാ കേട്ടത്. ഞാൻ പള്ളി വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ കർത്താവേ,
എന്നാലിയ കൊല്ലുകല്ലെന്ന് പറഞ്ഞപ്പോ അത് അച്ഛനെ തന്നെ കൊല്ലായിരുന്നു. കഷ്ടം പറയാ, കഷ്ടം. മയിലേ, നീ എവിടെന്ന് പറ, എന്നെ കൊണ്ടിങ്ങനെ കാട് വിളന്നിട്ട് കയ്യിലുള്ള ചെറു എണ്ണിപ്പറക്ക് കൊടുത്ത ഷെയർ കൂടാൻ പറ്റിയ ആളായിരുന്നു. നശിപ്പിച്ചില്ല അല്ല. ജോൺ ചേട്ടാ, ഓടരുത്, ഇത് ഞങ്ങളാണ്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അവിടെ നിക്കേ. എന്നെ ഉപദ്രവിക്കരുത്. പേടിക്കണ്ട, നിങ്ങളിവിടെ നിക്ക്. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങളെ സഹായിക്കാനാ വന്നത്. കൊല്ലാൻ വേണ്ടി കുത്തിയതുമല്ല. എന്നെ ഉപദ്രവിക്കരുത്. ഓടല്ലേ ജോണി ചേട്ടാ, പേടിക്കണ്ട, ഞങ്ങളല്ലേ. എനിക്ക് കുറച്ച് വെള്ളം തരും. ജോൺ ചേട്ടാ, വെള്ളമൊക്കെ തരാം, നിങ്ങൾ അടുത്ത് വന്നാ മതി.
അമ്മച്ചി അമ്മച്ചി ഫാദർ വന്നിരിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവനിശ്ചയത്താൽ അവിടുന്ന് വിളി വന്നു. ബെനഡിക്റ്റച്ചൻ ഇവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോയി. അതിന് ജോണിക്കുട്ടി ഒരു കാരണമായി എന്ന് മാത്രം കരുതിയാൽ മതി. 2 കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടാണ് ജോണിക്കുട്ടി ജയിലിലേക്ക് പോയത്. അവൻ്റെ ഭാര്യയും മകനും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ പൂർണ്ണമായി നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരോട് പൊറുക്കണം, അവർക്ക് മാപ്പ് കൊടുക്കണം. അവരെന്ത് പഴിച്ചു? കർത്താവ് എല്ലാവരോടും പൊറുക്കാനല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സൗകര്യം പോലെ അവരെ ചെന്ന് കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കണം. അതവർക്കൊരു ആശ്വാസമാകും. നാട്ടുകാർക്ക് അവരോടുള്ള മനോഭാവവും മാറും. അച്ഛൻ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. സമയം പോലെ അവരെ പോയി കണ്ടോളാം. ഇവിടെ ആരുമില്ലേ?
ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് പിന്നീട് ദിവസം വരാം. ദൈവത്തിന്റെ നിയോഗം നിനക്കും എനിക്കും വിധിച്ചതിങ്ങനെയാ. അത് പരിഭവിച്ചിട്ട് കാര്യമില്ല, അനുഭവിച്ചേ പറ്റൂ. നീ എന്റെ മോളെ പോലെയാ. ദൈവത്തോട് മനസ്സൊരുക്കി പ്രാർത്ഥിര്. ഇനി നമുക്ക് അതിനെ മാർഗമുള്ളൂ.